വൈകുന്നേരം ഞാനും കുഞ്ഞാവേയും കുളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ പറഞ്ഞത് നമുക്ക് പീടിയിൽ പോവാം, കുറച്ച് ഫ്രൂട്ട്സും ചായക്കെല്ലാം മേടിക്കാന്ന് പറഞ്ഞിട്ട് ഞാനും കുഞ്ഞാവും അച്ഛനും കൂടി ഇറങ്ങി. ഇത്രനാൾ വാവച്ചേച്ചിയും പെപ്പയും നടക്കാവില്ലാന്നുണ്ടായത്. അപ്പോൾ ഇന്ന് പെപ്പ നീലേശ്വരത്തേക്ക് പോലായി. അപ്പോൾ നമ്മ പീടിയിലേക്ക് പോകുന്നത് അറിഞ്ഞിട്ട് കുഞ്ഞാവെ കൈ ഒരാൾ കയറി ഇരുന്നിട്ടുണ്ട്. ചേച്ചിനോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു അവനെ കൂട്ടിക്കോന്ന് പറഞ്ഞു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അച്ഛൻ വീട്ടിൽ തന്നെ ഉണ്ടായിന്. അച്ഛൻ വീട്ടിലുള്ള ദിവസം നമ്മ അച്ഛന് സൗകര്യം കൊടുക്കില്ല, എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ വീട്ടിൽ നടക്കും. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ചില പീടിയും തുറന്നിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മൾ നേരെ തൃക്കരിപ്പുരി കിട്ടും. എനിക്കാണെങ്കിൽ റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മ ഈ റംബൂട്ടാനും പെരുന്ന് നടന്നു. അങ്ങനെ നടക്കാവിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ നാട്ടിലെ ഗോപാലേട്ടനെ കണ്ടത് എൻ്റെ വീട്ടിൻ്റെ അപ്പുറം. അപ്പോൾ ഗോപാലേട്ടൻ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് മീശോലം പിരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ത്രിദൂനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അതിലേ പോകുന്ന ഓരോരാളെയും വിളിക്കുന്നുണ്ട്. ഏയ് നാക്കിയിട്ട് ഇങ്ങനെ എല്ലാവരും വിളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ടാറ്റ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഫ്രൂട്ട്സ് കടയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു റംബൂട്ടാനും ലിച്ചിയും എന്തായാലും മേടിക്കണം, എനിക്ക് അത് രണ്ടും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അച്ഛൻ റംബൂട്ടാനും ലിച്ചിയും അവോക്കാഡോവും പപ്പായയും സപ്പോട്ടയും അങ്ങനെ എന്തെല്ലാം മേടിച്ചിട്ടുണ്ടായിന്. ത്രിദൂനും ഈ റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞാവക്ക് ഈ ഫ്രൂട്ട്സ് അത്ര വലിയ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അപ്പുറം പോയിട്ട് ഓൾക്ക് ചായക്ക പലഹാരം മേടിച്ചു, ത്രിദൂന് കളിപ്പാട്ടവും മേടിച്ചു. ഞാനാണെങ്കിൽ ലിച്ചിയും റംബൂട്ടാനിലും കിട്ടിയപ്പോഴേ എൻ്റെ കാറിലിരുന്ന് തിന്നാൻ തുടങ്ങും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്രൂട്ട്സ്. അതെന്ത് ഫ്രൂട്ട്സൊന്നുമില്ല, എല്ലാ ഫ്രൂട്ട്സും എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ത്രിദൂന് കളിപ്പാട്ടം മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ നാട്ടിലത്തെ പിള്ളേർ കണ്ടത് അവരോട് വർത്താനം പറഞ്ഞ് നേരെ വീട്ടിലേക്ക് കിട്ടും.